എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു വളരെ ഈസി, വളരെ ചിലവ് കുറഞ്ഞതും ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി. ലഞ്ച് ബോക്സിലും ഉപയോഗിക്കാം. എല്ലാം പെട്ടെന്നൊരു കറി വെക്കാൻ പറ്റാത്തൊരു സമയത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസ് റെസിപ്പി, ന്യൂട്രീഷ്യസ് റൈസ് റെസിപ്പി. അപ്പോൾ പെട്ടെന്ന് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു മണം വരികയാണുണ്ട്. പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ചേർക്കുന്നത് 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടാണ്. അത് ഇത് എരിവ് തീരെ ഇല്ലാത്തതായതുകൊണ്ട് 4 ചേർത്തത്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ എരിവിനനുസരിച്ച് കൂട്ടും കുറച്ചും ഇടാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം പിന്നെ 2 തക്കാളി, നല്ല മീഡിയം സൈസ് തക്കാളി നല്ലോണം മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം മുരിങ്ങ ഇലയ്ക്ക് എപ്പോൾ ഒരു ചവർപ്പുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ കുറച്ചൊരു പുളിപ്പും അതിൻ്റെ തക്കാളീൻ്റെ ചെറിയൊരു മധുരം എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തക്കാളി അരച്ച് ചേർത്തത്. ഇല്ലെങ്കിൽ തക്കാളി ചേർക്കണം എന്നൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തക്കാളി നല്ലോണം ഒന്ന് തിളച്ച് തക്കാളിയിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒരു പച്ചമണമെല്ലാം ഒന്ന് പോകുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. അത് കണ്ടോ, ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മുരിങ്ങ ഇല ചേർത്ത് കൊടുക്കാം. മുരിങ്ങ ഇല ഞാൻ ശരിക്ക് 2 കപ്പ് നല്ലോണം കപ്പിൽ അമർത്തി അളന്നിട്ടെടുത്ത 2 കപ്പ് മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല കണ്ടോ, ഇങ്ങനെ തണ്ടോട് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ വെറും ഇല മാത്രം എടുക്കണമെന്നൊന്നുമില്ല, ആ തണ്ടും നല്ലതാണ്, ഒരു ഫൈബർ കണ്ടൻ്റ് അല്ലേ. അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, മൂടിയൊന്നും വെക്കണ്ട, അങ്ങനെ അങ്ങ് വാടിക്കോളും. അറിഞ്ഞൂടെ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. മുരിങ്ങയില അങ്ങനെ ചുരുങ്ങി കണ്ടോ, തീരെ കാണാനേ ഇല്ലല്ലോ. അങ്ങനെ അങ്ങ് കുറഞ്ഞു പോയി. 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് വെള്ളവും വറ്റും. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതിയേ. ഇപ്പോൾ ഉപ്പ് നോക്കാം നമുക്ക്. ചോറ് ചേർക്കും മുന്നേ ഉപ്പ് കുറച്ച് കുറവാണ്, ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. കറക്റ്റായി. ഇനി ചോറിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെച്ച് വാർത്ത ചോറ്, ഞാൻ പൊന്നിയരിൻ്റെതാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ഇവിടെ നിങ്ങൾ തിന്നുന്ന ചോറ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാട്ടാ, നല്ലുണ്ട്. അപ്പോൾ ഇതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഞാനിപ്പോൾ 2 മുറുക്കും വെച്ചിട്ടാണ് തിന്നുന്നത്. നിങ്ങൾക്ക് മുറുക്കോ പപ്പടോ എന്തായാലും കുഴപ്പമില്ല. ഇതെല്ലാം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.